പശ്ചിമേഷ്യയിൽ വെടിനിർത്തലാണ്. ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കായി ഇറാൻ അമേരിക്ക ധാരണ പ്രകാരമുള്ള വെടിനിർത്തലെന്ന് പറയാം. എന്നാൽ വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടൽ ഈ ഘട്ടത്തിലും തുടരുകയാണ്. എല്ലാവരും ഒരുമിച്ചുണ്ട ഒറ്റ ഷോട്ടിൽ ഇറാനിലെ മുഴുവൻ നേതൃത്വത്തെയും അവസാനിപ്പിക്കാമെന്ന പ്രകോപനം സൃഷ്ടിച്ചത് ആദ്യം ട്രംപാണ്. ഇറാൻ ഇതിന് ശക്തമായ മറുപടി നൽകി. ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന കാഴ്ചകൾ അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും കൊലവിളി ഉയരുന്നതാണ്. സംസ്കാര ചടങ്ങുകൾ സമാധാനപരമായി പൂർത്തിയാകുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ഒപ്പം അതിനുശേഷമുള്ള സമാധാന ചർച്ചകളുടെ ഭാവി എന്താകും എന്നതും ആശങ്കയായി തുടരുകയാണ്. 4 ദശകത്തോളം ഇറാൻ ഭരണം കൈയാളിയിരുന്ന അയത്തുള്ള അലി ഖമനയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച് ടെഹ്റാനിലെത്തുന്നത് 10,000-കണക്കിന് ആളുകളാണ്. കറുപ്പണിഞ്ഞ് ഇറാൻ പതാക പുതച്ചെത്തിയ ജനക്കൂട്ടം ഖമനയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് കണ്ണീരണിയുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരുന്നത്. ഇറാനിൽ നിന്ന് ടെഹ്റാനിലെ ഗ്രാൻഡ് മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിലാണ് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ രാത്രി മുഴുവൻ പള്ളിയിൽ തന്നെ തങ്ങിയിരുന്നു. രാത്രി 8 മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുക്കാൻ അർദ്ധരാത്രിയിലും ആളുകൾ എത്തിക്കൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കഴിഞ്ഞ ദിവസം. പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമനയുടെ മരണത്തിലെ ദുഃഖാചരണം പ്രതികാരത്തിന് ആഹ്വാനമുയരുന്ന വേദി കൂടിയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. ഇറാന്റെ ഉന്നത നേതൃത്വം എല്ലാം ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇറാൻ നേതൃത്വം ഒന്നിച്ച് പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും കൊലവിളിയും ഉയരുന്നു. ഇരുവരെയും കൊലപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളും ഉയരുകയാണ്. ഇറാന്റെ പതാകയും പ്രതികാരത്തിന്റെ അടയാളമായ ചുവന്ന പതാകകളും കയ്യിലേന്തിയിട്ടുണ്ട് ജനം. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അന്ത്യം എന്ന മുദ്രാവാക്യവും ഉയർത്തുന്നുണ്ട്. ട്രംപിനെയും നെതന്യാഹുവിനെയും കൊലപ്പെടുത്തു എന്ന പോസ്റ്ററുകളും ഗ്രാൻഡ് മൊസല്ല പ്രാർത്ഥനാ സമുച്ചയത്തിനരികിലായി പതിപ്പിച്ചിരിക്കുന്നു. ഇരുവരെയും കൊലപ്പെടുത്തണമെന്ന ആഹ്വാനവുമായി പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് ജനമെത്തുന്നത്. ഇറാന്റെ പതാകയും പ്രതികാരത്തിന്റെ അടയാളമായ ചുവന്ന പതാകകളും ഒരുപക്ഷെ രക്തസാക്ഷിത്വത്തിന്റെയും ഒപ്പം തന്നെ ഈ പ്രതികാരദാഹത്തിന്റെയും പ്രതീകമായി ജനം മാറ്റുന്നതാണ് ഇറാനിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ട്രംപിന്റെ കൊലപാതകം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നതാണ് ദൃശ്യങ്ങളിൽ ഉള്ളത്. ഏതാണ്ട് 2 കോടിയോളം പേർ ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും എന്നതാണ് ഇറാൻ ഭരണകൂടം കണക്കാക്കുന്നത്. പ്രാർത്ഥനകൾക്ക് മുൻപ് പരിപാടിയുടെ മുഖ്യ അതിഥിയായിരുന്ന കവി മുഹമ്മദ് റൂസി ഉച്ചഭാഷണിയിൽ കൂടി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് പ്രതികാരം ചോദിക്കുമെന്നാണ്. പ്രതികാരദാഹം ജനങ്ങളിൽ മാത്രമല്ല, ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരിലുമുണ്ട്. ഇനി മുതൽ ഈ കഫൻ പുടവ ഞങ്ങളുടെ മേലങ്കിയാണ്, നിങ്ങളുടെ രക്തം കൊണ്ട് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു, ട്രംപിന്റെ കൊലപാതകം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, ലോകത്തിലെ ഏറ്റവും നീചനായ മനുഷ്യൻ എന്തുകൊണ്ട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുകയാണ്. ട്രംപ് അധികകാലം ലോകത്തുണ്ടാവില്ല. നമ്മുടെ പരമോന്നത നേതാവിനെ കൊന്നയാളെ നമ്മൾ എന്തിന് കൊല്ലാതിരിക്കണം?
അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് അനാദരവായി മാറുമെന്ന് ജനക്കൂട്ടത്തോട് മുഹമ്മദ് റൂസി ആഹ്വാനം ചെയ്യുകയാണ്. അങ്ങനെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നവരും പ്രതികാരദാഹം തന്നെയാണ് ഉയർത്തുന്നത്. നേരത്തെ ഇറാൻ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകളെക്കുറിച്ച് വൻ വിവാദ പരാമർശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സംസ്കാര ചടങ്ങുകൾക്കായി ഇറാന്റെ മുഴുവൻ ഉന്നത നേതൃത്വവും ഒരേ സമയം ഒത്തുകൂടിയതിനെ പരാമർശിച്ചായിരുന്നു വിവാദ പരാമർശം. എല്ലാവരും അവിടെയുണ്ട്, ഒറ്റ ഷോട്ട്, നമുക്ക് അവരെല്ലാം ഒരുമിച്ച് ഇല്ലാതാക്കാൻ കഴിയുമെന്നായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന. പ്രമുഖ മാധ്യമമായ ആക്സിയോസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. എന്നാൽ അമേരിക്ക അങ്ങനെ ചെയ്യില്ല എന്നും അദ്ദേഹം അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു. ഇവരെയെല്ലാം ഇല്ലാതാക്കിയാൽ പിന്നീട് അമേരിക്കയ്ക്ക് ആണവ കരാറിനായി ചർച്ച നടത്താൻ അവിടെ ആരും അവശേഷിക്കില്ല എന്നതായിരുന്നു ട്രംപിന്റെ പരിഹാസം. ഖമനയുടെ സംസ്കാര ചടങ്ങിൽ ജനം കരയുന്നത് കണ്ട് ഞെട്ടിപ്പോയെന്നും ട്രംപ് പറയുന്നുണ്ട്. ചടങ്ങുകൾക്കിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയും പാർലമെന്റ് സ്പീക്കറും പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ജനങ്ങൾ ഖമനേയിയെ വെറുക്കുന്നു എന്നാണ് താൻ കരുതിയതെന്നും ഇതൊരു പക്ഷേ വ്യാജ കണ്ണീറായിരിക്കാമെന്നുമാണ് ട്രംപ് പരിഹസിച്ചത്. തങ്ങൾ ദയവുള്ളവരായതുകൊണ്ടാണ് വിലാപയാത്രയ്ക്കായി ഇറാൻ ഒരാഴ്ചത്തെ അവധി നൽകിയതെന്നും ട്രംപ് പറയുന്നുണ്ട്. ഒരു രാഷ്ട്രത്തലവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനകളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ശക്തമായ ഭാഷയിലായിരുന്നു ഇതിനോടുള്ള ഇറാന്റെ പ്രതികരണം. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ലെന്ന് അർമേനിയയിലെ ഇറാൻ എംബസി ഔദ്യോഗികമായി തന്നെ പ്രതികരിച്ചു. വ്യക്തികളെ കൊല്ലാം, എന്നാൽ ആദർശങ്ങളെ തകർക്കാൻ സാധിക്കില്ലെന്നും ഇറാൻ ഈ സന്ദേശത്തിലൂടെ വ്യക്തമാക്കി. നിങ്ങൾ അയത്തുള്ള അലി ഖമനേയിയെ കൊന്നു, പക്ഷേ നിങ്ങൾ തകർത്തത് ഒരു സുഗന്ധദ്രവ്യ കുപ്പിയാണ്. അതിന്റെ സുഗന്ധം ഇപ്പോൾ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നാണ് ഇറാൻ പ്രതികരിച്ചത്. അമേരിക്കയ്ക്ക് സംസ്കാരമോ ചരിത്രമോ അന്തസ്സോ ഇല്ലെന്നും അതുകൊണ്ടാണ് ട്രംപിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകാതെ പോകുന്നതെന്നും ഇറാൻ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളാണ് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഈ ദിവസങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത്. ദുഃഖാചരണ സമയത്ത് പരസ്പരം ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നത് ഇറാനും അമേരിക്കയും സമ്മതിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഈ പ്രകോപനം ട്രംപ് സൃഷ്ടിക്കുന്നത്. തങ്ങളുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ഇപ്പോൾ യാചിക്കുകയാണ് എന്നും ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ ഹോർമുസ് തുറക്കേണ്ടതും ഗൾഫ് മേഖലയിൽ സമാധാനം പുലരേണ്ടതും ഇറാനേക്കാൾ മറ്റു രാഷ്ട്രങ്ങളുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞു. നിലവിൽ ഖമനേയുടെ വിയോഗത്തെ തുടർന്നുള്ള ചടങ്ങുകൾ അവസാനിക്കുന്നതുവരെ ഇരുവിഭാഗവും ആണവ ചർച്ചകൾക്ക് താൽക്കാലികമായി അവധി നൽകിയിരിക്കുകയാണ്. ഇറാൻ വിഷയത്തിൽ ഇസ്രയേലുമായി ട്രംപ് അകൽച്ചയിലാണ്. ഇസ്രയേൽ സമാധാന കരാറിനെയോ ശ്രമങ്ങളെയോ പിന്തുണയ്ക്കുന്നില്ല. എന്നാൽ നെതന്യാഹുവുമായുള്ള തന്റെ ബന്ധത്തെക്കുറിച്ചും ഇറാന്റെ ആണവ ചർച്ചകളെക്കുറിച്ചും വെളിപ്പെടുത്തിയ ട്രംപ് നെതന്യാഹുവുമായി താൻ വളരെ സൗഹൃദത്തിലാണുള്ളതെന്നും എന്നാൽ തങ്ങൾക്കിടയിൽ ആരാണ് ബോസ് എന്ന് നെതന്യാഹുവിന് കൃത്യമായി അറിയാമെന്നും പറയുന്നുണ്ട്. വൈറ്റ് ഹൌസിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കായി നെതന്യാഹു ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അഭിമുഖത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു. ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് സിറ്റുവേഷൻ റൂമിൽ ട്രംപും നെതന്യാഹുവും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും തമ്മിൽ നേരിട്ട് നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതായത് ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ച. ഇതിനിടയിൽ അവർ തമ്മിലുള്ള ബന്ധം വഷളായതിന്റെ ചില സൂചനകൾ ട്രംപ് തന്നെ നൽകിയിരുന്നു. ഇസ്രയേലിനെ ശകാരിക്കുന്ന, ഇസ്രയേലിന്റെ എടുത്തുചാട്ടത്തെ കുറ്റപ്പെടുത്തുന്ന ട്രംപിനെ നമ്മൾ കണ്ടതാണ്. ഇറാൻ ലെബനൻ വിഷയങ്ങളിൽ ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടുകൾക്കിടെയാണ് എന്തായാലും പുതിയ കൂടിക്കാഴ്ച നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. നാറ്റോ ഉച്ചകോടിക്ക് ശേഷം അടുത്തയാഴ്ചയോ അതിനടുത്ത ആഴ്ചയോ ഇത് നടക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് ഖമനയുടെ സംസ്കാര ചടങ്ങുകൾ ഒരു ടേണിംഗ് പോയിന്റ് ആണ് ഈ പശ്ചിമേഷ്യൻ വിഷയത്തിൽ എന്ന് തന്നെ നമുക്ക് പറയാം. ഇറാൻ ചടങ്ങുകൾ സമാധാനപൂർണ്ണം പൂർത്തിയാക്കുന്നതിനനുസരിച്ചായിരിക്കും ഈ സമാധാന ചർച്ചകളുടെ ഭാവി തന്നെ നിശ്ചയിക്കപ്പെടുക. ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പശ്ചാത്തലം മുതലെടുത്തുകൊണ്ടാണ് ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രയേലും സംയുക്ത ആക്രമണം നടത്തിയത്. ആ ഇറാനിൽ ഇപ്പോൾ ശക്തമായ ഭരണകൂടമുണ്ടെന്ന പ്രതീതിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ആ ഭരണകൂടത്തോട് വിശ്വാസവും ഖമനയുടെ കൊലപാതകത്തിൽ പ്രതികാരദാഹവുമുള്ള ജനതയാണ് ലോകം കാണുന്നത്. ഇതിനുശേഷം നടക്കുന്ന ചർച്ചകളിൽ ഇറാനും അമേരിക്കയും സ്വീകരിക്കുന്ന നിലപാടുകളാകും മേഖലയിലെ സമാധാനത്തിന്റെ ഭാവി നിശ്ചയിക്കുക. എന്തായാലും പിന്നോട്ടില്ല എന്ന സൂചനകൾ ആവർത്തിച്ച് ഇറാൻ നൽകുന്നുണ്ട്. അത് ഹോർമുസ് വിഷയത്തിലായാലും ആണവ വിഷയത്തിലായാലും ആ കടുംപിടുത്തം ഇറാൻ തുടരുകയാണ്. ഒപ്പം തങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഉറപ്പുകൾ അത് വാങ്ങിച്ചെടുക്കാനുള്ള വലിയ സമ്മർദ്ദവും ഇറാൻ ചെലുത്തുന്നുണ്ട്. എന്താകും പശ്ചിമേഷ്യയിലെ സമാധാന കരാറിന്റെ ഭാവി എന്നത് കാത്തിരുന്ന് തന്നെ കാണണം.